നമസ്കാരം. 3.0 ആവർത്തിച്ച് തുടർ ഭരണം നിലനിർത്തുന്നതിന് വേണ്ടി സഖാവ് ബഹുമാന്യനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ മോഷ്ടിച്ചിരിക്കുന്നത് 1 കോടി ഡാറ്റ. ഈ വിവരങ്ങൾ പുറത്തുവിട്ടുകൊണ്ട് മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ രമേശ് ചെന്നിത്തല രംഗത്തെത്തിയിരിക്കുന്നു. വിവിധ സർക്കാർ സംവിധാനങ്ങളിലെ ആപ്പുകളിൽ നിന്നും 1 കോടി രേഖകളാണ് പിണറായി വിജയൻ തന്റെ തുടർഭരണം നിലനിർത്തുന്നതിന് വേണ്ടി CPM-ന്റെയും ഇടതുപക്ഷത്തിന്റെയും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതിന് വേണ്ടി കളവ് നടത്തിയിരിക്കുന്നത് എന്ന ഞെട്ടിക്കുന്ന വിവരമാണ് രമേശ് ചെന്നിത്തല തെളിവ് സഹിതം പുറത്തുവിട്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി, അതായത് OST ശ്രീറാം സാംബശിവ റാവു ആണ് ഇത്തരത്തിൽ ഒരു കത്ത് വിവിധ വകുപ്പുകൾക്ക് അയച്ചിരിക്കുന്നത്. സ്മാർട്ടിൽ നിന്നാണ് 1 കോടി വ്യക്തിഗത ഡാറ്റകൾ ചോർത്തിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ സേവന പെൻഷൻ പോർട്ടൽ, സാമൂഹ്യ പെൻഷൻ പോർട്ടൽ, ഇൻവെസ്റ്റർ പോർട്ടൽ, നോർക്ക റൂട്ട്സ്, മറ്റു വ്യക്തിഗത വിവരങ്ങൾ എന്നിങ്ങനെയുള്ള വിവിധ വകുപ്പുകളിൽ നിന്നാണ് ഡാറ്റകൾ അടിച്ചു മാറ്റിയിരിക്കുന്നത്. അറിഞ്ഞിരിക്കുന്ന ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ 1 കോടി വ്യക്തിഗത ഡാറ്റകളാണ് മുഖ്യമന്ത്രി അടിച്ചു മാറ്റിയിരിക്കുന്നത് എന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടിയുടെ, അതായത് OSTയുടെ കത്ത് പ്രകാരം രമേശ് ചെന്നിത്തല വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇനിയും വിശദമായ വിവരങ്ങൾ ലഭ്യമാകുമ്പോൾ ഇത് എത്രയാകും എന്നുള്ളത് കണ്ടറിയേണ്ടത് തന്നെയാണ്. സർക്കാർ സർവീസിലുള്ള ഏതാണ്ട് ഒട്ടുമിക്ക ആളുകളുടെയും വ്യക്തിഗത രേഖകൾ ചോർത്തിയെടുത്തിരിക്കുന്നു. അവരുടെ ഫോൺ നമ്പർ അടക്കമാണ് ചോർത്തിയെടുത്തിരിക്കുന്നത്. ഇങ്ങനെയാണ് രേഖകൾ ചോർത്തിയിരിക്കുന്നത്: വ്യക്തിയുടെ പേര്, അയാളുടെ താലൂക്ക്, അയാളുടെ വില്ലേജ്, ലോക്കൽ ബോഡി, പോസ്റ്റ് ഓഫീസ്, ഫോൺ നമ്പർ എന്നിങ്ങനെ കൃത്യമായ വ്യക്തിഗതമായ വിവരങ്ങളെല്ലാം വള്ളി പുള്ളി വിടാതെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അടിച്ചു മാറ്റിയിരിക്കുന്നത്. മുമ്പ് സ്പ്രിംഗ്ലർ വിവാദമുണ്ടായതുപോലെ ഡാറ്റ കടത്ത് എന്ന് ആരോപിക്കാവുന്ന തരത്തിൽ തന്നെയാണ്, അത്തരത്തിലൊരു കുറ്റം തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് നടത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി ശ്രീറാം സാംബശിവ റാവു ഇങ്ങനെ ചെയ്യുമ്പോൾ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം മാത്രമാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് എന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. അതായത് മുഖ്യമന്ത്രിയുടെ താല്പര്യപ്രകാരം 3.0 ആവർത്തിച്ച് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ച് ഭരണം നിലനിർത്തുന്നതിന് വേണ്ടി, തുടർ ഭരണം നേടുന്നതിന് വേണ്ടി മുഖ്യമന്ത്രിയുടെ നിർദ്ദേശ പ്രകാരമാണ് ശ്രീറാം സാംബശിവ റാവു ഇതുപോലെ വിവിധ വകുപ്പുകളിൽ നിന്ന്, സ്മാർട്ട് അടക്കമുള്ള വിവിധ വകുപ്പുകളിൽ നിന്ന്, സ്പാർക്ക് അടക്കമുള്ള വിവിധ വെബ്സൈറ്റുകളിൽ നിന്ന് സർക്കാർ ജീവനക്കാരുടേത് അടക്കമുള്ള വ്യക്തിഗത ഡാറ്റകൾ ചോർത്തിയിരിക്കുന്നത്. ഇന്ത്യൻ നിയമവ്യവസ്ഥയുടെ നഗ്നമായ ലംഘനമാണ്, സത്യപ്രതിജ്ഞാ ലംഘനമാണ് മുഖ്യമന്ത്രി നടത്തിയിരിക്കുന്നത് എന്ന് രമേശ് ചെന്നിത്തല ആഞ്ഞടിച്ചു. രമേശ് ചെന്നിത്തല നടത്തിയ പത്രസമ്മേളനത്തിലാണ് അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ഓഫീസർ ഓൺ ഡ്യൂട്ടി ശ്രീറാം സാംബശിവ റാവു എഴുതിയ കത്തടക്കം പുറത്തുവിട്ടുകൊണ്ട് കാര്യങ്ങൾ തെളിവ് സഹിതം മാധ്യമങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. മുഖ്യമന്ത്രി സ്ഥാനത്തിന് യോജിക്കാത്ത രീതിയിൽ, ഒരു പൗരനും യോജിക്കാത്ത രീതിയിലുള്ള കളവാണ് നടത്തിയിരിക്കുന്നത്. വ്യക്തിഗതമായ വിവരങ്ങൾ ആ വ്യക്തിയുടെ അറിവോ സമ്മതമോ കൂടാതെ ഒരാവശ്യത്തിനും ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള സുപ്രീം കോടതിയുടേതടക്കമുള്ള ഉത്തരവ് നിലനിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞാ ലംഘനം തന്നെ നടത്തിയിരിക്കുന്നത്, വ്യക്തിഗതമായ ഡാറ്റകൾ അടിച്ചു മാറ്റിയിരിക്കുന്നത്. ശമ്പളത്തിനും മറ്റുമുള്ള സർക്കാർ ആവശ്യങ്ങൾക്കായി, ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തിഗത ഡാറ്റകൾ ആ ആവശ്യങ്ങൾക്കല്ലാതെ മറ്റൊരു ആവശ്യത്തിന് വേണ്ടി മാറ്റി ഉപയോഗിക്കാൻ പാടുള്ളതല്ല. മറ്റേതെങ്കിലും വിവരങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇത്തരം ഡാറ്റകൾ ഉപയോഗിക്കുമ്പോൾ ആരുടേതാണോ ഇത്തരം വ്യക്തിഗതമായ ഡാറ്റകൾ ഉപയോഗിക്കുന്നത് അയാളുടെ പൂർണ്ണ സമ്മതം വാങ്ങിയതിന് ശേഷമേ അത് സാധ്യമാകൂ. എന്നിരിക്കെ മുഖ്യമന്ത്രി നടത്തിയിരിക്കുന്ന പെരുംകൊള്ളയാണ്, ശബരിമലയിൽ നടന്നിരിക്കുന്ന സ്വർണ്ണക്കൊള്ളയേക്കാൾ വലിയ തീവെട്ടിക്കൊള്ളയാണ് മുഖ്യമന്ത്രി നടത്തിയിരിക്കുന്നത് എന്ന് രമേശ് ചെന്നിത്തല പറയാതെ പറഞ്ഞു വെക്കുന്നു. രമേശ് ചെന്നിത്തല മാധ്യമങ്ങൾക്ക് മുന്നിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ 3.0 ആവർത്തിക്കുന്നതിന് വേണ്ടി സർക്കാർ സംവിധാനങ്ങളും ഭരണങ്ങളും അധികാരവും ദുർവിനിയോഗം ചെയ്തുകൊണ്ട് നടത്തിയ പെരുംകൊള്ളയുടെ വിശദമായ വിവരങ്ങൾ വ്യക്തമാക്കുന്ന പത്രസമ്മേളനത്തിന്റെ പ്രസക്തമായ ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് നടത്തിയ ഡേറ്റ ലീക്കിങ്ങിന്റെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സ്മാർട്ട് ആപ്ലിക്കേഷനിൽ നിന്ന് ഉദ്യോഗസ്ഥരുടെ സമ്പൂർണമായ വിവരങ്ങൾ PRDക്ക് കൈമാറണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഉള്ള കത്ത് നൽകിയത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ സ്പെഷ്യൽ ഡ്യൂട്ടി ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി സീതാറാം സാംബശിവ റാവു ആണ്. ആ കത്താണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഈ കത്ത് എഴുതിയത് 31/12/2025 അന്ന്
ചീഫ് മിഷൻ ഡയറക്ടർക്ക് അയച്ച കത്ത് ഞാൻ പുറത്തുവിടുകയാണ്. സെൻട്രലൈസ്ഡ് നോട്ടിഫിക്കേഷൻ ഹബ് ഫോർ ഗവൺമെൻറ് സർവീസസ് എന്ന പേരിലൊരു ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ആരംഭിക്കുന്നുണ്ടെന്നും ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻ വകുപ്പ് ഇതിനുവേണ്ടി പ്രവർത്തനം ആരംഭിച്ചെന്നും ഈ കത്തിൽ വ്യക്തമായി സൂചിപ്പിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായി സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ എല്ലാ വകുപ്പുകളിൽ നിന്നും ജീവനക്കാരുടെ വ്യക്തിപരമായ വിവരങ്ങൾ ശേഖരിക്കുകയാണെന്നും കത്തിൽ പറയുകയാണ്. ഇതിൻ്റെ ഭാഗമായി കെ സ്മാർട്ട് ആപ്ലിക്കേഷനിൽ നിന്ന് എക്സൽ ഫോർമാറ്റിലൂടെ ആണ് ഫോൺ നമ്പർ, പേര്, പ്രായം, ജെൻഡർ തുടങ്ങിയിട്ടുള്ളവയെല്ലാം ആവശ്യപ്പെട്ടിട്ടുള്ളത്. എങ്ങനെയാണ് ഉദ്യോഗസ്ഥന്മാരുടെ വിവരങ്ങൾ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിനും കിട്ടിയത് എന്ന് പകൽ പോലെ വ്യക്തമാവുകയാണ്. ഈ കത്തിൻ്റെ കോപ്പി ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഇട്ടു തരുന്നതാണ്.